മദർ തെരേസയുടെ മുഖത്ത് നോക്കി തുപ്പും. കൽക്കട്ടയിലെ തെരുവില് അനാഥകളായ കുറെ കുട്ടികൾക്ക് വേണ്ടി അരി മേടിക്കാനായി മദർ തെരേസ നടക്കുമ്പോൾ പലപ്പോഴും പല സ്ഥലത്തൊന്നും അവഗണന കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വളരെ കോമൺ ആണ്. പക്ഷെ ചരിത്രം രേഖപ്പെടുത്തിയ ഒരു ഇൻസിഡന്റ്, ഒരു ഷോപ്പിൽ പോയി ഒരു സഞ്ചി ഇങ്ങനെ കാണിച്ചിട്ട് പറയും, കുറെ അസുഖം ബാധിച്ച അനാഥകളായ കുറെ കുട്ടികൾക്ക് വേണ്ടിയാണ്, കുറച്ച് അരി തരുമെന്ന് ചോദിക്കും. പൈസ ചോദിക്കുമ്പോൾ പൈസ ഇല്ല, ആളോറും തരില്ല എന്ന് പറയും. അപ്പൊ ഇവര് വീണ്ടും സഞ്ചി ഇങ്ങനെ നീട്ടും. അപ്പൊ അവര് നിങ്ങൾ പോകുന്നു പറയും, വീണ്ടും നീട്ടും. അപ്പൊ വീണ്ടും ഒരു അബ്യൂസ് ചെയ്യും. അപ്പൊ കസ്റ്റമർ വരുന്നുണ്ട്, അയാൾക്ക് കസ്റ്റമറിന് സെർവ് ചെയ്യാൻ പറ്റാതെ ദേഷ്യം പിടിച്ചിട്ട് മദർ തെരേസയുടെ മുഖത്ത് നോക്കി തുപ്പും. അപ്പൊ ആ മദർ തെരേസ ചെയ്ത ഒരു നടപടി ഉണ്ട്, അത് പിന്നെ ചരിത്രമായി. ആ സഞ്ചി എടുത്തിട്ട് കയ്യിലോട്ട് വെച്ച് മറ്റേ കൈ വെച്ചിട്ട് മുഖം തുടയ്ക്കും. എന്നിട്ട് വീണ്ടും സഞ്ചി നീട്ടിയിട്ട് പറയും, കുറച്ച് അരി തരുമോ? കാര്യം മദർ തെരേസയുടെ പ്രശ്നം ഈഗോ അല്ല, തുപ്പൽ മുഖത്ത് വീണത് ഒരു പ്രശ്നമായിരുന്നില്ല. അതിനേക്കാൾ വലിയ പ്രശ്നം അവരുടെ മുന്നിലുണ്ട്. അത് പട്ടിണി കിടക്കുന്ന അസുഖം ബാധിച്ച കുട്ടികളാണ്. അങ്ങനെ തെരുവിൽ പോയി സഞ്ചി കാണിച്ച് മുഖത്ത് തുപ്പൽ മേടിച്ച ഒരു മദർ തെരേസ ലീഡർ ഉണ്ടായതുകൊണ്ട് മദർ തെരേസയുടെ ഫൗണ്ടേഷൻ ആണ് ഇന്ന് ലോകത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് വെൽത്തിയസ്റ്റ് ഫൗണ്ടേഷൻ. എങ്ങനെ ഉണ്ടായത്? അവര് കാണിച്ച ആ സാക്രിഫൈസ് ആണ്. ആർക്ക് വേണ്ടി? കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടി. അപ്പോൾ ലീഡർഷിപ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സാക്രിഫൈസ് ഉണ്ടാവും. നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ വെൽബീയിങ്നെസ്സിന് വേണ്ടി നമ്മൾ മുമ്പോട്ട് പോകണം.